പുനഃസംഘടന പാർട്ടിക്കുള്ളിൽ വലിയ തോതിലുള്ള വിഭാഗീയതയ്ക്ക് വഴിയൊരുക്കുമെന്ന് ആവർത്തിച്ചുള്ള മാധ്യമങ്ങളുടെ വിലയിരുത്തലുകളെ പാടെ തകർത്തെറിഞ്ഞുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ നേതൃമാറ്റമുണ്ടായത്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് K സുധാകരനെ മാറ്റുമെന്നത് ഏറെക്കുറെ ഉറപ്പായിരുന്നു. അപ്പോഴും വിഭാഗീയതയ്ക്ക് വഴിയൊരുക്കാതെ ഒരിക്കലും കോൺഗ്രസിനുള്ളിൽ നേതൃത്വം ഉണ്ടാകില്ലെന്ന പ്രവചനങ്ങളാണ് മുൻനിര മാധ്യമങ്ങളും രാഷ്ട്രീയ എതിരാളികളും നടത്തിയിരുന്നത്. കോൺഗ്രസിനുള്ളിലെ തന്നെ ഒരു വിഭാഗവും അത്തരം പ്രവചനങ്ങളെ ശരിവയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പുതിയ നേതൃത്വത്തിന്റെ പ്രഖ്യാപനം വന്ന മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ആരും തന്നെ എതിർസ്വരങ്ങൾ ഉയർത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം. ഒരുപക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കുവാൻ കഴിയുന്ന ഏറ്റവും മികച്ച ടീമിനെ തന്നെയാണ് പാർട്ടി അവതരിപ്പിച്ചിരിക്കുന്നത്. എല്ലാ മേഖലകളിൽ നിന്നുമുള്ള എല്ലാ വിഭാഗങ്ങളുടെയും പ്രാതിനിധ്യം ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു ഗംഭീര ടീം തന്നെ. KPCC പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് വലിയ സംഭവമായി തോന്നാത്തത് കോൺഗ്രസുകാർക്ക് മാത്രമാണ്. വിഷയങ്ങളെ കൃത്യമായി പഠിച്ച് അവതരിപ്പിക്കുന്ന കേരള രാഷ്ട്രീയത്തിന്റെ അടിവേരുകളെ പറ്റി കൃത്യമായ ധാരണയുള്ള വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിലൂടെ കടന്നുവന്ന ഒരാളാണ് അദ്ദേഹം. CPMന്റെ ഉറച്ച കോട്ടയിൽ അവരെ അട്ടിമറിച്ചുകൊണ്ടായിരുന്നു അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന്റെ കടന്നുവരവ് തന്നെ. CPMന്റെ എക്കാലത്തെയും തുറുപ്പുചീട്ടായ KK ശൈലജയെ പരാജയപ്പെടുത്തിയായിരുന്നു പേരാവൂരിൽ നിന്നും അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നിയമസഭയിൽ എത്തുന്നത്. 2006 മുതൽ പേരാവൂരിനെ നയിച്ച KK ശൈലജയെ 2011 അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പരാജയപ്പെടുത്തുന്നത്. പിന്നീട് അങ്ങോട്ട് തുടർച്ചയായി 3 തവണയാണ് അദ്ദേഹം പേരാവൂരിൽ നിന്ന് തന്നെ നിയമസഭയിലേക്ക് എത്തിയത്. നിയമസഭയ്ക്കുള്ളിൽ സങ്കീർണമായ പല വിഷയങ്ങളും ഉന്നയിക്കുവാൻ പ്രതിപക്ഷം ചുമതലപ്പെടുത്താറുള്ളത് അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന് തന്നെയായിരുന്നു. കണ്ണൂർ രാഷ്ട്രീയത്തിൽ K സുധാകരനൊപ്പം തന്നെ അടിയുറച്ച നേതാവ് കൂടിയാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫും. ഏറെ നാളുകളായി കോൺഗ്രസ് നേതൃത്വത്തോട് അകലം പാലിക്കുന്ന ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം നിർത്തുവാനും ഈ തീരുമാനം കൊണ്ട് പാർട്ടിക്ക് കഴിഞ്ഞു എന്ന് വേണം കരുതാൻ. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന KPCC നേതൃമാറ്റം ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് വേണമെങ്കിൽ പറയാം. KPCC പ്രസിഡന്റിനെ മാത്രമല്ല കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം പ്രഖ്യാപിച്ചത്. UDF കൺവീനറായി പ്രഖ്യാപിച്ചിരിക്കുന്നത് അടൂർ പ്രകാശിനെയാണ്. അവിടെയും ചില ലക്ഷ്യങ്ങൾ നേതൃത്വത്തിന് ഉണ്ടെന്നത് പകൽ പോലെ വ്യക്തം. ഈഴവ വിഭാഗത്തിനും കോൺഗ്രസിനും ഇടയ്ക്കുള്ള പാലമാണ് അടൂർ പ്രകാശ്. കോന്നി പോലെ ഇടതുപക്ഷ സ്വഭാവമുള്ള മണ്ഡലത്തിൽ ഇടതിനെ വിറപ്പിച്ച് തുടർച്ചയായി എത്രയോ വർഷങ്ങൾ നിയമസഭയിൽ MLA ആയും മന്ത്രിയായും തുടർന്ന വ്യക്തിത്വമായിരുന്നു അടൂർ പ്രകാശ്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലേക്ക് വിജയക്കൊടി പാറിപ്പിക്കുക എന്ന നിയോഗം ഏൽപ്പിക്കപ്പെട്ടപ്പോൾ അതിനെ ശിരസാൽ വഹിക്കുകയായിരുന്നു അദ്ദേഹം അന്ന് ചെയ്തത്. എല്ലാവരും അദ്ദേഹം പരാജയപ്പെടുമെന്ന് പല ആവർത്തി പറഞ്ഞപ്പോഴും ആധികാരിക വിജയം നേടിയായിരുന്നു മറുപടി നൽകിയത്. ഒരുപക്ഷെ ഇടത് കേന്ദ്രങ്ങളെ പോലും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു അടൂർ പ്രകാശിന്റെ ആറ്റിങ്ങലിലെ ആദ്യ വിജയം. അദ്ദേഹം മണ്ഡലത്തിൽ തുടർച്ചയായി 2ാം തവണയും വിജയിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഇലക്ഷൻ മാനേജ്മെന്റ് രീതിയും കൃത്യമായി രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തു. കാര്യങ്ങളെ സമചിത്തതയോടെ നോക്കിക്കാണുവാനും കൃത്യമായും ക്രിയാത്മകമായും ഇടപെടുവാൻ കഴിയുന്ന അടൂർ പ്രകാശിന്റെ സാന്നിധ്യം UDFനെ നേട്ടങ്ങളിലേക്ക് നയിക്കുമെന്നതിൽ ആർക്കും സംശയം വേണ്ട. KPCC വർക്കിംഗ് പ്രസിഡന്റുമാരുടെ പ്രഖ്യാപനവും എടുത്തു പറയേണ്ടത് തന്നെയാണ്. 3 പേരുകളിൽ 2 പേർ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തരും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശൈലി പിന്തുടരുന്നവരുമാണ്. മലബാർ രാഷ്ട്രീയത്തിലെ സുൽത്താൻ ഷാഫി പറമ്പിൽ കേരള രാഷ്ട്രീയത്തിൽ പൊതുസ്വീകാര്യതയുള്ള നേതാവാണ്. പാലക്കാട്ടെ സംഘപരിവാറിനെതിരായ പ്രതിരോധങ്ങളും തുടർ വിജയങ്ങളും വടകരയിലെ ആധികാരിക വിജയവും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഗംഭീര വിജയത്തിന് വഴിയൊരുക്കിയതും ഷാഫിയുടെ നേതൃമികവിന്റെ നേർസാക്ഷ്യങ്ങളായിരുന്നു. PC വിഷ്ണുനാഥും ഇന്നത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് ഏറെ പാകമായ നേതാവാണ്. തെക്കൻ കേരളത്തിൽ കുണ്ടറ പോലെ ഒരു ഇടതുപക്ഷ മണ്ഡലത്തിൽ എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ടായിരുന്നു വിഷ്ണുനാഥിന്റെ ആധികാരിക വിജയം. ജനങ്ങൾക്കിടയിലും പാർട്ടി പ്രവർത്തകർക്കിടയിലും വലിയ തോതിലുള്ള സ്വാധീനം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുള്ള നേതാവാണ് PC വിഷ്ണുനാഥ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തന ശൈലിക്കും സ്വീകാര്യത ഏറെയാണ്. AP അനിൽകുമാറിനെ എടുത്തു പരിശോധിച്ചാലും സമീപകാലത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പല നിർണായകമായ തീരുമാനങ്ങൾക്കും ചുക്കാൻ പിടിച്ചിരുന്നത് അദ്ദേഹമായിരുന്നു. ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണെങ്കിലും കരുനീക്കങ്ങൾക്ക് നേതൃത്വം ചുമതല നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിന് തന്നെയാണ്. മാത്രമല്ല വർക്കിംഗ് പ്രസിഡന്റുമാർ 3 പേരും വ്യത്യസ്ത വിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്നവരാണ്. അതായത് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കപ്പെട്ട 5 പേരെ എടുത്തു പരിശോധിച്ചാൽ 5 പേരും വ്യത്യസ്ത സമുദായങ്ങളിൽ നിന്നുള്ളവരാണ്. അതായത് എത്രയോ കാലങ്ങൾക്കിപ്പുറം എല്ലാ സമുദായങ്ങളെയും ഒരേപോലെ പരിഗണിക്കുവാൻ കോൺഗ്രസിന് കഴിഞ്ഞിരിക്കുന്നു. ഈ ടീം കോൺഗ്രസിനെ വിജയങ്ങളിലേക്ക് നയിക്കുമെന്ന് നിസ്സംശയം പറയാം. മുഴുവൻ നേതാക്കളും ഒരേ സ്വരത്തിൽ ഒറ്റക്കെട്ടായാണ് പുതിയ നേതൃത്വത്തെ വരവേറ്റിരിക്കുന്നത്. ഇനിയും അധികാരത്തിലെത്തിയില്ലെങ്കിൽ കോൺഗ്രസിനും UDFനും ഉണ്ടാകുവാൻ പോകുന്ന ഭാവിയെപ്പറ്റി കൃത്യമായ ധാരണ നേതാക്കൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വിമത സ്വരങ്ങൾക്കും അപ്പുറത്തേക്ക് പ്രതിസന്ധികളുടെ കാലത്ത് അതിനാക്കം കൂട്ടാതെ ആവേശത്തോടെ മുന്നോട്ട് പോകുവാനാണ് എല്ലാവരുടെയും കൂട്ടായ തീരുമാനം. ഏതായാലും പുതിയ നേതൃത്വത്തെ പ്രവർത്തകരും വലിയ ആവേശത്തോടെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്.